വചനം പറയുന്നു, ഹൃദയത്തിന്റെ മുറിവുകൾ അവൻ കെട്ടും. ദൈവമക്കൾ സംസാരിക്കുന്ന ഓരോ വചനത്തിനും ശക്തിയുണ്ട്. ഇനിയും കാലം മുൻപോട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മെ നിലനിർത്തിയിരിക്കുന്ന ഉറപ്പ് സർക്കാരിന്റെ ഉറപ്പല്ല, പിന്നെയോ സ്വർഗം നിന്നെ വിളിച്ചു എന്ന ഉറപ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിനു. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ലുക്കീമിയ ബാധിച്ച ഒരു 6-7 മാസമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ആദ്യമൊക്കെ ആയിരുന്നു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ചെക്കപ്പിന് കടന്നു ചെന്നപ്പോൾ എൻ്റെ ബ്ലഡിൽ 87% ഈ രോഗം ബാധിച്ചു. അതുപോണക്ക് എൻ്റെ ബോൺമാരോയുടെ ഫങ്ഷനുകളൊന്നും നടക്കുന്നില്ലായിരുന്നു. അത്രമാത്രം ഒരവസ്ഥയിൽ കൂടിയായിരുന്നു ഞാൻ കടന്നുപോയത്. എങ്കിലും പിന്നെ ഞാൻ TV കൂടെയൊക്കെ ഈ തിരുമേനിയെക്കുറിച്ച് കാണുകയും പ്രസംഗം കേൾക്കുകയും അങ്ങനെ ദൈവകൃപയാൽ എനിക്ക് ഇവിടെ കടന്നു വരാൻ സാധിച്ചു. തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ തന്നെ എനിക്കൊരു ഞാൻ എന്നെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് നേരെ നിൽക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ശരീരം അത്രമാത്രം ബലഹീനമായിരുന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് തിരുമേനിയുടെ വിവരമൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് വൈകിട്ട് കിടക്കുമ്പോൾ എൻ്റെ ഈ ഒരു കാലിന് ഭയങ്കര വേദന. ഞാൻ എന്തെല്ലാം ചെയ്താലും എനിക്ക് ആ വേദന മാറുന്നില്ലായിരുന്നു. ഞാൻ ഒത്തിരി നേരം തിരുമ്മിയെടുത്തും ഒക്കെ എഴുന്നേറ്റിരുന്നും ഒത്തിരി താമസമൊക്കെയാണ് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അത്രമാത്രം പ്രയാസങ്ങൾ കൂടിയൊക്കെ കടന്നു പോയപ്പോഴും തിരുമേനി പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് മുതൽ തന്നെ എൻ്റെ ആ കാലിൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഉറങ്ങാൻ സാധിച്ചു. ആ വേദന അത് പിന്നിന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലൊക്കെ എൻ്റെ നെഞ്ചിൻ്റെ സൈഡിൽ എപ്പോഴും വേദനയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടറോട് പറഞ്ഞപ്പം കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, ECG നോക്കി എല്ലാം ചെയ്തിട്ട് എല്ലാം നോർമൽ. പക്ഷേ എന്താ വേദനയെന്ന് എനിക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ആ വിവരവും ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ വേദന മാറി. ഇപ്പോൾ അതെനിക്ക് ഇത്രമാത്രം സൗഖ്യം വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചപ്പോൾ എൻ്റെ ബ്ലഡ് കൗണ്ടുകളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ നോർമലായി വരുന്നു. എൻ്റെ പ്ലേറ്റ്ലെറ്റ് എനിക്ക് 12,000 ഉള്ളായിരുന്നു, കൗണ്ടുകൾ 1000 താഴെ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പം ബ്ലഡ് കൗണ്ടൊക്കെ നോക്കിയപ്പോൾ എല്ലാം നോർമലായി. പ്ലേറ്റ്ലെറ്റൊക്കെ 2 ലക്ഷത്തിൽ മേലായി. അങ്ങനെ ഒത്തിരി വിടുതൽ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. അത് വെച്ച് എനിക്ക് ഇപ്പം ശരീരത്തിന് ഒത്തിരി ആശ്വാസം തോന്നിയപ്പോൾ ഞങ്ങൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി 1 വർഷം കഴിഞ്ഞിട്ട് ഈ ബ്ലഡിൻ്റെ ടെസ്റ്റ്, ക്യാൻസർ രോഗത്തിൻ്റെ ടെസ്റ്റ് ഇനിയും 1 വർഷം കഴിഞ്ഞിട്ടേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾക്ക് വിശ്വാസം വന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലാബിൽ ബ്ലഡ് ടെസ്റ്റിനായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ തിരുമേനിയെ വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിച്ചിട്ട് ഈ ബ്ലഡ് കൊടുക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് തിരുമേനിയെ വിളിച്ചപ്പോൾ തിരുമേനി തിരക്കിലായിരുന്നു, എന്തോ ആർക്കോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞു തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ ബ്ലഡ് എന്നെ വന്ന് കുഴപ്പമില്ല, ബ്ലഡ് എടുത്തോട്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്ലഡ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കിട്ടുന്നില്ല. 2 പ്രാവശ്യം എന്നെ കുത്തിയിട്ട് എൻ്റെ കയ്യിൽ ബ്ലഡ് കിട്ടുന്നില്ല. 2 കൈയും മാറി മാറി നോക്കിയിട്ട് ബ്ലഡ് കിട്ടുന്നില്ല. ഉടനെ എന്നോട് തിരുമേനിയുടെ ഫോൺ കോൾ വരുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അല്ല, ബ്ലഡ് എടുക്കാൻ വന്ന ആൾ മാറി നിന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ വീണ്ടും എൻ്റെ കയ്യിൽ നോക്കിയോണ്ട് അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ബ്ലഡ് കിട്ടി. അന്നേരം ഞാൻ അപ്പം എടുക്കാൻ വന്ന ആളിനോട് പറഞ്ഞു, പ്രാർത്ഥനയുടെ ശക്തി കണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബ്ലഡ് എടുപ്പിച്ചത് തന്നെ. അങ്ങനെ ദൈവം ഇപ്പം ആ റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവ് എന്ന റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബോൺമാരോയുടെ ഫങ്ഷനും 0 ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലഡിൽ. ഇപ്പോൾ ആ റിസൾട്ട് വെച്ച് ഞങ്ങളൊരു ഓൺകോളജി ഡോക്ടറെ വിളിച്ച് വിവരങ്ങളെല്ലാം റിപ്പോർട്ട് കാണിച്ചപ്പോഴും പറഞ്ഞു ബ്ലഡിൽ ഇപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ ടാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മാത്രം മതി, അല്ലാതെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച തിരുമേനിയോടും എനിക്ക് സൗഖ്യം തന്ന ദൈവത്തോടും ഞാൻ 1000 നന്ദി പറയുന്നു. അപ്പോൾ ബിനു 87% ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. 88% ബ്ലഡ് ക്യാൻസർ ഉണ്ട് എന്നുള്ള ഒരു റിസൾട്ടാണ് ഇത്. ഇതെവിടെ ചെയ്ത ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഒരു ടെസ്റ്റാണ് ഇത്. ബിനുവിൻ്റെ ശരീരത്തിൽ 88% ബ്ലഡ് ക്യാൻസറായ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണമെന്നാണ് ആദ്യം പറഞ്ഞത്? കീമോ എടുത്തായിരുന്നു. 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിരുന്നത്.
ആദ്യം കീമോ എടുത്ത് 6 മാസമായതേ ഉള്ളൂ. 2 വർഷം ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അതിന് കീമോ അല്ലാതെ പിന്നെ ബോൺമാരോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബോൺമാരോ എടുത്തു നോക്കി. ടെസ്റ്റ് അന്നേരം ഫംഗ്ഷനുകളൊന്നും നടക്കുന്നില്ല. ബോൺമാരൊക്കെ ഫുൾ ഇതായിരുന്നു, അണുക്കളായി കഴിഞ്ഞു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ആദ്യമായിട്ട് വന്നത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച. ഈ പ്രാർത്ഥനയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? ടി വി കൂടെ കണ്ടാണ്. അങ്ങനെയാണ് പ്രാർത്ഥന. ഇത് ഹസ്ബൻഡ് പേരെന്താണ്? ജോണ് ദുബൈയിലല്ലേ? ദുബൈ UAE വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഭാര്യയുടെ മാരകമായ രോഗത്തെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് സഹായിക്കുന്നതിനൊക്കെ ആയിട്ടാണ് വന്നത്. ആ സമയത്ത് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ബിനു പറയുന്നത് പോലുള്ള പലവിധമായ മാരകമായ പ്രശ്നങ്ങൾ, ഉറങ്ങാൻ കഴിയത്തില്ല. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? നെഞ്ചിൻ്റെ സൈഡിൽ വേദന. ചുരുക്കം പറഞ്ഞാൽ 87% ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ, ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ കൈവച്ച് ഇവളുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ റെഡ് കളറായി പോകുമായിരുന്നു. ബ്ലഡിന്റെ കളറായി പോകുമായിരുന്നു. അത്രയ്ക്ക് മാരകമായ രോഗത്തിലായിരുന്നു. അപ്പോൾ 88% ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ മരണത്തെ മുന്നിൽ കണ്ടോ അതോ എന്തായിരുന്നു അവസ്ഥ? അന്ന് മുതൽ എനിക്ക് എൻ്റെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, ഈ ഒരു വാക്യമായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ എവിടെ പോയാലും ഈ ഒരു വാക്യം തന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതായിരുന്നു എനിക്ക് കിട്ടിയ വാഗ്ദത്ത വചനം. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടെ? കൈവച്ച് ആദ്യം എനിക്കൊരു വെളിച്ചം വന്നടിക്കുന്ന പോലെ. പിന്നെ അന്ന് മുതൽ എനിക്ക് ശരീരത്തിന് ഭയങ്കര ശക്തിയായിരുന്നു. എത്ര ശക്തമായ വെളിച്ചമായിരുന്നു? നല്ല ശക്തിയായിരുന്നു. ആ വെളിച്ചം എങ്ങോട്ട് വന്നു? ആ വെളിച്ചം എങ്ങോട്ട്? മുഖത്തോട്ടടിച്ച്. എന്നിട്ട് വീണോ? ഒരു രോഗം ബാധിച്ച ബിനുവിനെ പരിശുദ്ധാത്മാവ് തൊട്ടതിന്റെ ഫലമായി പിന്നീട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം. ഇത് നിങ്ങൾ ഈ രണ്ടാമത് ഈ ക്യാൻസർ ഇപ്പോൾ ശരീരത്തില്ല എന്ന് തെളിയിക്കുന്ന ഇതെവിടെ എടുത്താ? ഡോക്ടറെ കണ്ടു. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലഡ് നോർമലാണ്, അതായത് നെഗറ്റീവ് റിസൾട്ടാണ്. ബ്ലഡ് ക്യാൻസർ ഇല്ല, നെഗറ്റീവാണ് എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. വളരെ അത്ഭുതകരമായി ഈ ദൈവം ജീവിക്കുന്ന ദൈവമാകുന്നു. ഈ ശുശ്രൂഷയിലൂടെ ദൈവം നൽകുന്ന വിടുതലുകൾ അത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് ഒരിക്കലൂടെ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ 4 പേരും കൂടി കരമുയർത്തുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ട് നമുക്ക് ഒരുമിച്ച് ഈ ജീവനുള്ള ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കരങ്ങളടിച്ച്, ശക്തമായി കരങ്ങളടിച്ച് കരമുയർത്തുന്ന ഹല്ലേലൂയ പറയാം. എൻ്റെ പേര് ജെൻസി, ഞാൻ ചന്ദനപ്പള്ളിയിൽ നിന്ന് വരുന്നു. മോക്ക് വേണ്ടിയാണ് ഇപ്പോൾ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം തിരുമേനി ബോംബെയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് കുഞ്ഞിനൊരു തക്കാളിപ്പനി ഉണ്ടായിരുന്നു. അതെനിക്ക് ഇന്ന് സാക്ഷ്യം പറയണം അന്ന് തൊട്ട് ഞാൻ ആലോചിച്ചായിരുന്നു, പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലായിരുന്നു. കുഞ്ഞിന് ആ തക്കാളിപ്പനി തുടങ്ങിയ സമയത്ത് പല്ലുവേദനയായിരുന്നു എന്ന് പറഞ്ഞേ. പിന്നെ ചെറിയ പാടുകൾ പോലെ വായിക്കകത്തും ചുണ്ടിനവിടെയൊക്കെ കണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ചു. പക്ഷെ അതിന് മുമ്പായിട്ട് കുഞ്ഞ് ഒട്ടും ഉറങ്ങുന്നില്ലായിരുന്നു. അവിടെ വെച്ച് തിരുമേനിയെ വിളിച്ചു. തിരുമേനി അവിടെ വെച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ചൂടങ്ങ് വിട്ടായിരുന്നു. 103 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. വിട്ടുമാറാത്തൊരു ചൂടായിരുന്നു. അത് മാറി, അത് സൗഖ്യമായിരുന്നു. പിന്നെ പാടെങ്ങും അങ്ങനെ കൂടുതലായിട്ട് വന്നില്ല. ഇനി ജൂലൈ മാസത്തിൽ പിന്നെയും കുഞ്ഞിന് പനിയുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാറാണ് താമസിക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റിൽ നമ്മൾ എത്ര മരുന്ന് കുടിച്ചാലും 1-2 കുപ്പി മരുന്ന്, സിറപ്പ്, ആൻറ്റിബയോട്ടിക് എന്തെടുത്താലും നമുക്കങ്ങനെ ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ളതൊന്നും പെട്ടെന്ന് കുറയത്തില്ല. 1-2 മാസമേലും വേണ്ടി വരും കുറയാൻ. അതും ഈ തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് യേശുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണത്. പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ അത് വിട്ടുമാറി. പിന്നെ അടുത്തൊരു സാക്ഷ്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം പ്രളയം ഉണ്ടായപ്പോഴും ഈ വർഷം പ്രളയം ഉണ്ടായപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ശരിക്കും ഉരുൾപൊട്ടല്, മണ്ണിടിച്ചിലിൻ്റെ ഭീഷണി എപ്പോഴും ഉള്ള സ്ഥലമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ വലിയ കയ്യാലയാണ്, വലിയ കല്ലുകളും ചെറിയ പാറകളും ഒക്കെയുള്ള കയ്യാലയാണ് ചുറ്റും. പുറകിലും താഴെ റോഡിൻ്റെ സൈഡിലും എല്ലാം പലയിടത്തും റോഡ് തകർന്നു, റോഡില്ല, പാലങ്ങളില്ല. ഈ വർഷം അങ്ങനെയൊക്കെ ഉണ്ടായി. എങ്കിലും കർത്താവ് ഞങ്ങളെ സുരക്ഷിതമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ
സുരക്ഷിതമായിട്ട് ഞങ്ങളെ താങ്ങി നിർത്തി. അതിന് ഒരുപാട് സ്തോത്രം. തിരുമേനിയെ പ്രാർത്ഥിച്ച കലണ്ടർ 4 എണ്ണം ഞാൻ 4 റൂമുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയും തുടർന്ന് തിരുമേനിയുടെ പ്രാർത്ഥന എല്ലാത്തിനും എപ്പോഴും ഞങ്ങൾക്ക് വേണമെന്ന് അപേക്ഷിക്കുന്നു. ആനയൊക്കെ വരാറുണ്ടോ? ആന ഇപ്പോൾ ഒട്ടും വരാറില്ല. ഞാൻ ആ കലണ്ടർ കൊണ്ടിട്ടത് പിന്നെ ഒരാന പോലും കയറി വരാറില്ല. നേരത്തെ ഞാൻ സത്യം പറയാം, ഞാൻ 7 വർഷമായി കല്യാണം കഴിച്ച് അവിടെ പോയിട്ട്. എല്ലാ വർഷവും അല്ലെ 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ആന കയറി ബംഗ്ലാവിൽ മുറ്റത്ത് വന്ന് നിൽക്കും. നമുക്കൊന്ന് ഇറങ്ങാനോ ഒരു ശബ്ദം ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരാവശ്യം വന്നാൽ വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ പോലെ അല്ലല്ലോ. അവിടെ നിന്ന് പറയുമ്പം കാട് പോലാണ് പ്രദേശം. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ 2 വർഷം മുമ്പ് ഇവിടുന്ന് കലണ്ടർ കൊണ്ടുപോയി. ഒരു കലണ്ടറാണ് അന്ന് കൊണ്ടുപോയി ഇട്ടത്. അത് ഇട്ടത് പിന്നെ ആന കയറി വന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ മെയിൻ റോഡിൽ നിന്ന് മേളിലോട്ട് ഇച്ചിരി കയറിയാൽ മതി. ആ താഴെ റോഡിൽ കൂടെ വല്ലപ്പോഴും വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും മേളിലോട്ട് അത് വരാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. കാണുമ്പോഴൊക്കെ ആന വന്ന് നിങ്ങളുടെ ബംഗ്ലാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴാണ് അറിയുന്നത് ഇത് വന്നിട്ടുണ്ടെന്ന്. കാരണം നടന്നു വരുന്നൊന്നും നമ്മൾ കാണത്തില്ല. കൂടുതലും രാത്രി വന്നിട്ട് 2-3-4 മണിക്കൂറൊക്കെ നിൽക്കും. മോളുടെ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നിരുന്നു. പിന്നെ ഞാൻ ഡെലിവറി നാട്ടിലായിരുന്നു, കുഞ്ഞിൻ്റെ ഡെലിവറി നാട്ടിലായിരുന്നു. അതിന് ശേഷമാണ് 2010 ശേഷം ആന അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതൊരു വലിയൊരു സാക്ഷ്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് തോമസ് എന്നാണ്. ബഹുമാനപ്പെട്ട തിരുമേനിയുടെ കൂടെ നിന്ന് എനിക്ക് സാക്ഷ്യം എൻ്റെ മകൻ്റെ കാര്യം സംബന്ധമായിട്ടാണ്. അത് വളരെ സന്തോഷമുണ്ട്. ഇത് ദൈവകൃപയാണ്. പ്രത്യേകിച്ച് ഞാൻ വരുന്ന സഭയിലെ തിരുമേനിമാരുടെ കൂടെ ഇതുപോലെ ക്ലോസ് ആയിട്ട് നിന്ന് ഇതുവരെയും ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ മകന് ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇവിടെ ഈ ഹാളിലെ പ്രയറിന് വരുന്നത്. പലപ്പോഴും ഞാൻ തിരുവല്ലായി തന്നെയാണ് എൻ്റെ വീട്. തിരുവല്ലായി കൂടെ ഈ പെട്രോൾ അടിക്കാൻ വേണ്ടി ഈ IOC അവിടെ വരുമ്പോൾ ഇവിടുത്തെ പാട്ട് കേൾക്കുകയും എന്ന് ചെയ്യും. പക്ഷെ അതിന് മുമ്പ് തന്നെയാണ് ഈ റേഡിയോ TV തിരുമേനിയുടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മകന് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പഠിച്ചു വന്ന വ്യക്തിയായിരുന്നു. ICSE സിലബസാണ്. സെക്യൂർഡ് വെരി ഗുഡ് മാർക്ക്. പക്ഷേ എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പഠിത്തത്തിലൊക്കെ എന്നൊന്നായി, കൂട്ടുകാരെ അങ്ങനെ ഉള്ളൊരു പ്രയാസം. പക്ഷേ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. അവന് കൂടുതലും പാഷൻ ഈ സിനിമയും നല്ല ടേസ്റ്റഡ് ഉള്ള മോഡേൺ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസം വന്നു. എഞ്ചിനീയറിങ്ങിനെ പാർട്ടായിട്ടൊക്കെ എഴുതിയെടുത്തു. ജോലിക്ക് വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മകന് വേണ്ടി ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ പ്രയാസമായിരുന്നു. വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോഴ്സുകൾ, ചെയ്യാത്ത കോഴ്സുകളിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഭീമമായിട്ടുള്ള കോഴ്സുകളൊക്കെ, കാർഡിൻ്റെ ക്വാളിറ്റി കൺട്രോൾ കോഴ്സുകൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്, ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്, നല്ല മാർക്ക് കാര്യങ്ങൾ ഫസ്റ്റ് ചാൻസ് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ ഈ BTechിനകത്ത് പ്രത്യേകിച്ച് മെക്കാനിക്കൽ ഇലക്ട്രിക്കലൊക്കെ ഉള്ളതെന്ന്, അല്ലാതെ യാതൊരു പ്രയോജനമില്ല. ഇതിലുമാണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഒരു ഏജൻസിക്ക് ഇച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റിലയൻസിൻ്റെ ഒരു പ്രൊജക്റ്റിൽ സബ് കോൺട്രാക്ട് അവന് കിട്ടുന്ന വളരെ മീഗർ സാലറി ആയിരുന്നു. ഇത് നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സബ് കോൺട്രാക്ടറാണ്. കൊടുക്കുന്ന കാശിനകത്ത് വീണ്ടും അദ്ദേഹം അതിനകത്തൊന്ന് അവനോട് പറയും, എനിക്ക് മദ്യം മേടിക്കാൻ വേണ്ടി അതിനകത്തൊന്ന് കാശ് തരണം, ആകെ കൊടുക്കുന്നത് എന്നൊന്നാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവനങ്ങനെ ഇങ്ങനെ തിരികെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോലി ഗൾഫ് ഇൻ്റർവ്യൂവിന് വേണ്ടി പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞപ്പോൾ അവർ എല്ലാം സെലക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ there is no Gulf experience, it is not possible to take you there because we are having a lot of experience ആൾക്കാരുണ്ടെന്ന് പറയും. പക്ഷേ തിരുമേനിയുടെ ഞാനിവിടെ പ്രയറിന് വന്നു. ഞാൻ ആദ്യം വന്നു കഴിഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഡിസംബർ മാസത്തിൽ തിരുമേനി ഈ ക്രിസ്മസ് കരോൾ സംബന്ധമായിട്ട് ഭവന സന്ദർശനം വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലും വന്നു. അന്ന് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇത് അപ്പോൾ വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ 2:9 ഇങ്ങനെയുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടുള്ള ഒരു ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും. അതുപോലെ പെട്ടെന്ന് എനിക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി, ഒരു സിംഗ് സാർ, എറണാകുളത്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുണ്ടാണ്. അവിടെ നിന്ന് ബഹ്റിൻ പ്രദേശത്തു നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് ആൾക്കാർ വരുന്നുണ്ട്. അത് പേപ്പറിലൊന്നും പബ്ലിഷ് ചെയ്യത്തില്ല. നീ സാറ് ഇന്ന
ഏജൻസി പോയി കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പേരൊക്കെ രജിസ്റ്റർ ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ഉടനെ തന്നെ അവർ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്തു. ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മകൻ തന്നെ തിരുമേനിയെ വിളിച്ചു പറഞ്ഞു. ആൾ സെലക്ഷനായെന്ന് പറഞ്ഞപ്പം അവിടുത്തെ ചീഫ് എഞ്ചിനീയർ സെലക്ഷൻ വന്നപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു, നിനക്ക് യാതൊരു ഗൾഫ് എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ മുൻപിൽ 10 വർഷം 12 വർഷം 15 വർഷം ഗൾഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെന്ന ബിഗ് ടെക് എഞ്ചിനീയേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. നീ എങ്ങനെ അവിടെ പെർഫോം ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് ദർ ഇസ് എ വൺ കണ്ടീഷൻ, യു വിൽ ബി ഗിവൺ വിത്ത് 90 days പ്രൊബഷൻ പീരീഡ്. അത് തീർന്നാൽ മാത്രമേ നിന്നെ അവിടെ ഞങ്ങൾ എന്തോന്ന് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സംഗതി കിട്ടി. ഗുജറാത്തിൽ പോയ വകയിൽ ജോണ്ടിസ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ജോണ്ടിസിന് മരുന്നൊക്കെ കഴിച്ചു. തിരുവല്ലയിൽ ഒരു ലാബിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ബ്ലഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ ആ കരുതൽ. ഈ യൂറിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ലാബ് ടെക്നീഷ്യൻ മാഡം ഇങ്ങനെ ചോദിച്ചു, മോനെ ജോണ്ടിസ് വല്ലതും ഉണ്ടോ, യൂറിനൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, എന്നാൽ ഞാൻ അതും കൂടെ നോക്കാമെന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞാൽ ബിലിറൂമിൻ 1.6 ആയി കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും വേറെ ആൾക്കാർ ചോദിച്ചപ്പോൾ ആണെങ്കിൽ ഗൾഫിലേക്കാണെന്നുണ്ടെങ്കിൽ ബിലോ 1 നിന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 1.1. എന്തോ ചെയ്യും? വെള്ളിയാഴ്ച ദിവസമാണ് നമുക്കിത് കിട്ടുന്നതും തിങ്കളാഴ്ച മെഡിക്കലിനും പോകണം, ഒറ്റ ദിവസം ബാക്കിയേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? ഉടനെ ഈ ജോണ്ടിസ് ചികിത്സിച്ച് ഡോക്ടർക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 2 ദിവസം മരുന്നെങ്കിലും ഇവരുടെ ശരീരത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഏജൻസിയെ വിളിച്ച് അവർ പറഞ്ഞ തിങ്കളാഴ്ച തന്നെ നിങ്ങൾ മെഡിക്കൽ പോകും. ഏതായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം തിരുമേനി എടുക്കുക വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, എന്നാൽ എന്ന് വരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു തേഴ്സ്ഡേ വരാമെന്ന്. ഈ മരുന്നും കൊടുത്തു, ബാർലി വെള്ളവും കുടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബിലോ 1 ആയിരുന്നു. പോകുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ അവിടെ പോയി ഇപ്പം ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് ഇയ്യോബിനെ അത് പറഞ്ഞിരിക്കുന്ന മതിൽ കോട്ടയായിരിക്കുന്ന പോലെ വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ അവൻ ഏതായാലും അത്ഭുതകരമായിട്ട് നിമിഷ നേരം കൊണ്ട് മാർച്ച് മാസം 26 ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. 26-ാം തീയതി പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ശമ്പളം കിട്ടി. അത് വരാത്ത ഒരൊറ്റ പൈസ പോലും ഈ ഞങ്ങളുടെ ആവശ്യത്തിനെടുക്കുക, സുവിശേഷ വേല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം അത് ഉപയോഗിച്ചു. ആ പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ സാക്ഷി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കോസ് 19:12 കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നന്മ പ്രാപിച്ചതിന് ശേഷമാണ് ഒരു നന്ദി പോലും താങ്ക്സോ എന്തെങ്കിലും ഒന്നും പറയാതെ പോകാതെ. ലൂക്കോസ് 17:19 എന്ന് പറഞ്ഞാൽ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായതിനു ശേഷം ബൈബിള് കൊണ്ടുവരാത്തവരാണെങ്കിൽ പോയിട്ട് വായിക്കണം. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളുടെ പുരോഹിതരെ പോയി കാണിക്കാൻ പറയുന്നുണ്ട്. ഈ 10 പേരും പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനൊരു സങ്കോചം, അയ്യോ ഞാൻ ഇത്രയും നാളും കുഷ്ഠരോഗിയായിരുന്നു, എന്നെ സൗഖ്യമാക്കി, ഞാൻ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലെന്നും പറഞ്ഞ് അവൻ തിരികെ വന്ന് കാൽക്കൽ വീണ് നന്ദി രേഖപ്പെടുന്നു. ഞാൻ ഇത് എപ്പോഴും എൻ്റെ വീട്ടിൽ പറയുന്നതാണ്, എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. തിരുമേനിയുടെ ഹെവൻലി ഫയർ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ തിരുമേനിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ ശുശ്രൂഷ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് വളരെ ആരോഗ്യം വേണം. അതുപോലെ ഈ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു അവസരം തന്നതിനായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തിയ മകൻ്റെ വിഷയത്തിൽ വ്യാപരിച്ചു കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോൺസൺ വർഗീസ് എന്നാണ്. എൻ്റെ സ്ഥലം പെരുമ്പാവൂര് അല്ലപ്ര എന്ന സ്വദേശമാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഭവ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കുഞ്ഞമ്മ ഇട്ടൻ എന്ന സഹോദരി എൻ്റെ ഭവനത്തിൽ കടന്നു വരികയുണ്ടായി. അവരോട് എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പങ്കുവച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ഹാർവസ്റ്റ് TV-യിൽ ഇങ്ങനെ തിരുമേനിയുടെ ഒരു പ്രയർ നടക്കുന്നത് നമുക്ക് കാണാം, അത് കാണണമെന്ന് പറഞ്ഞു. ഞാനത് കാണുകയുണ്ടായി. തുടർന്ന് ഉള്ള സെക്കൻഡ് സാറ്റർഡേ ഞാൻ ഈ YMCA ഹാളിൽ വരികയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി നാളുകൾ ഞാൻ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ കോലഞ്ചേരിയിൽ വെച്ച് നടന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷയിൽ വെച്ച് എൻ്റെ
നടുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. നല്ല നടുവേദനയായിരുന്നു എനിക്ക്. ആ നടുവേദന അവിടെ വെച്ച് മാറുകയുണ്ടായി. എത്ര നാളായിട്ട് ആ നടുവേദന ഉണ്ടായിരുന്നു? അത് ചെറുപ്പത്തിൽ പേരേന്ന് വീണതാണ്. ആ സമയം മുതൽ. എത്ര വയസ്സിൽ? ഒരു 10-12 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് ഒരു 52 വയസ്സുണ്ട്. 52. അപ്പൊ എത്ര വർഷമായി? 40 വർഷമായി അല്ലേ? 10 വയസ്സിലല്ലേ? അപ്പൊ 42 വർഷമായി. 42 വർഷമായി ഉണ്ടായിരുന്ന നടുവിന് വേദന. അത് ഡോക്ടർമാരെ കാണിച്ചോ? ഡോക്ടർമാരോടൊന്നും കാണിച്ചില്ല. ഇങ്ങനെ വേദന ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് വിക്സൊക്കെ ഇട്ട് തിരുമ്മി അങ്ങനെ അങ്ങ് നടന്നു. എന്താ ചെയ്യുന്നേ? ഞാൻ കോളേജിൽ ഇരുന്നുള്ള ജോലിയാണ്, ക്ലർക്കിന്റെ ജോലിയാണ്. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുവേദന ഉണ്ടാവും. കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്? കോതമംഗലം MA കോളേജില്. കോതമംഗലം MA കോളേജിലെ ഒരു ക്ലർക്കായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ജോൺസൺ. അപ്പോൾ ആ പ്രാർത്ഥനയിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ബൾബ് മിന്നുന്നത് മാതിരി ഇങ്ങനെ ഒരു പ്രകാശം വരികയും അതിങ്ങനെ കെടുവും മിന്നും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ആ നടുവിന് വേദന അന്നൊരു ശബ്ദം കേട്ടെന്നാണ് പറഞ്ഞത്. അതന്നെ, അന്ന് ആ ശുശ്രൂഷയിൽ വെച്ചൊരു ശബ്ദം കേട്ടു. പിന്നെ എനിക്ക് നടുവേദന ഇപ്പോൾ ഒട്ടുമില്ല. ഇപ്പം എത്ര നാളായി ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട്? അത് 2019 കോലഞ്ചേരി YMCയിൽ പെരുമഴ വന്നതിന്റെ തലേദിവസം. അത് തന്നെ പെരുമഴ. അത് തന്നെ. എന്താ തോന്നുന്നു? ഇപ്പൊ ഭയങ്കര ആശ്വാസമുണ്ട്. പിന്നെ എൻ്റെ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഞാൻ ഇവിടെ വന്നു. അന്നേരം എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചൊറീണം തടിച്ച് പൊങ്ങുന്ന മാതിരി ഇങ്ങനെ ശരീരം മൊത്തം കടിച്ച് പൊങ്ങുമായിരുന്നു. അന്നേരം ഞാൻ തിരുമേനിക്ക് ആ പ്രാർത്ഥനാ വിഷയം എഴുതി കൊടുത്തിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ച് പൊങ്ങുമായിരുന്നു. അന്നേരം ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയ ആ വെള്ളം, ഒരു പാത്രത്തിൽ ലേശം വെള്ളം എടുത്തിട്ട് ഈ ചൊറിയുന്ന ഭാഗത്തെല്ലാം ഞാൻ ആ വെള്ളം കൊണ്ട് തൊടും. അങ്ങനെ തൊട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ആദ്യം തൊടുന്ന ഭാഗത്തു നിന്ന് ഇതിങ്ങനെ മാഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ വളരെ അത്ഭുതമാണ് നടക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ ഈ വെള്ളം കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു. ഈ ലഭിച്ച അത്ഭുത വിടുതലുകൾക്കായി കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ പേര് ഏലിയാമ്മ. അവര നേതല കുറുപ്പമ്പടി. എനിക്ക് വളരെ ഒത്തിരി കാലങ്ങളായിട്ട് എല്ലാ അസുഖങ്ങളും ഉണ്ട്. പ്രഷർ, ഷുഗർ, അൾസർ അങ്ങനെയൊക്കെ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കോലഞ്ചേരിലോ അല്ലെങ്കിൽ അങ്കമാലിലോ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടപ്പോഴാണ് പറഞ്ഞു അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്കമാലി പോയി. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും ഒക്കെ നടത്തിച്ച് ഡോക്ടർ ബോൺമാരോ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ക്യാൻസർ ആണ് എന്നുള്ളത് തെളിഞ്ഞു അല്ലേ? ക്യാൻസറാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിനിങ്ങനെ ചികിത്സിച്ചുകൊണ്ട് MRI സ്കാനും അതും ഇതെല്ലാം എടുത്ത് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ TV-യിൽ ഈ പ്രോഗ്രാം കണ്ട്. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ അതിന് എന്തോ ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആദ്യം അന്നേരം ഒന്നും പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ്. പിന്നെയും ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കീമോതെറാപ്പി എടുക്കണം, 50,000 രൂപയുടെ 6 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഇഞ്ചക്ഷൻ മാത്രം 3 ലക്ഷം രൂപ. അതെ, 3 ലക്ഷം രൂപ. എത്രന്നാ പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. കീമോയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോഴാണ് പിന്നെ ആശുപത്രി ചെല്ലുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ പ്ലേറ്റ് കൗണ്ട് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്നു. ഇരുന്നപ്പോഴാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞത്. ഇവിടെ വന്നതും അവിടെ പ്രാർത്ഥന ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ നടക്കാനും പാടില്ല, വിറയായിരുന്നു. അത് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ടായിരുന്നു. അവളാണ് എന്നെ കൊണ്ടുവന്ന നേരം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരുമേനി തലകൈ പ്രാർത്ഥിച്ച് ഇപ്പം ഞാൻ വീണു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ തിരുമേനി കസേരയിൽ ഇരുത്തി എന്നോട് എന്നാ തോന്നിയെന്ന് ചോദിച്ചു. അപ്പോഴും എനിക്കൊന്നും അങ്ങ് പറയാൻ പറ്റില്ലായിരുന്നു. വിറച്ച് യാതൊന്നും പറയാനുള്ള അവസ്ഥയിലല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങ് പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന്
കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ആശുപത്രി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കീമോതെറാപ്പിയും ചെയ്യണ്ട, ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം കീമോതെറാപ്പിയും എടുക്കണ്ട, പിന്നെന്തോ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞേ? ഇഞ്ചക്ഷനും 50,000 രൂപ വരെയുള്ള 6 ഇഞ്ചക്ഷനും എടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡോക്ടർ പറയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പറയുമോ? ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട, ബ്ലഡിൽ കൗണ്ട് കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ക്യാൻസർ മാറി, അതുകൊണ്ട് കീമോതെറാപ്പിയും ഇഞ്ചക്ഷനും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മക്കളും ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിക്കുക ചെയ്തേ, എനിക്ക് എന്താ ഡോക്ടർ അസുഖം, ഈ പിള്ളേരൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോഴെന്നോട് നേരിട്ട് ഡോക്ടർ നിങ്ങൾക്ക് അങ്ങനെ ആദ്യം പറഞ്ഞു ക്യാൻസറാന്ന് പറഞ്ഞു. അന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ നീല കളർ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം അങ്ങനെയൊന്നും ഇല്ല. ഈ സഹോദരിയാണോ അമ്മച്ചിയെ നോക്കുന്നത്? വീടിനടുത്താണോ? ആ വീടിൻ്റെ അടുത്താണ്. എത്ര നാളായി? ഞാനിപ്പോൾ 2 മാസമായുള്ളൂ. 2 മാസമായുള്ളൂ. പിന്നെ ഈ കഥയൊക്കെ എങ്ങനെ അറിയാം? ഈ സംഭവമൊക്കെ എങ്ങനെ അറിയാം? എപ്പോഴും എന്നോട് പറയും. ഞാൻ പണിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ പോവാറുള്ളതാ ഞാൻ വർഷങ്ങളായിട്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ദീർഘമായ ഒരു ചികിത്സ ക്യാൻസറിന് ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം ആ ഇഞ്ചക്ഷനും എടുക്കണ്ട, കീമോതെറാപ്പി എടുക്കണ്ട എന്ന് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ആ ക്യാൻസർ ശരീരത്തില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ ചികിത്സ മുഴുവനായിട്ടും ഒഴിവാക്കിയത്. അമ്മച്ചി എന്താ പറയുന്നത്? ദൈവത്തിന് എന്താ പറയുന്നത്? ഒത്തിരി നന്ദി പറയണു. ഇപ്പൊ ശരീരത്തിന് വീണ്ടും ചില ബലഹീനതകളുണ്ട് അല്ലേ? വേറെ എനിക്ക് 78 വയസ്സായി. എത്ര? 78. അതേതാണ് വയസ്സാണ്? അല്ല, അപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇപ്പം എനിക്ക് മേൽ മുഴുവനും വിറയ്ക്കലും. ഇന്ന് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം ശരീരത്തിൻ്റെ ബലഹീനതകൾ കർത്താവ് മാറ്റി തരാനായിട്ട്. അമ്മച്ചി പണ്ട് വിശ്വാസം ഇല്ലാതെ വന്നതെന്ന് തോന്നുന്നു. അതെ, ഞാൻ വിശ്വാസം ഇല്ലാണ്ടാ വന്നത്. അപ്പം ഒന്ന് പോയി കാണട്ടെ, ഒന്ന് നോക്കട്ടെ, പോയി നോക്കട്ടെ, അങ്ങനെ ഞാൻ വന്നത്. വീഴുവോ ഇല്ലയോ നോക്കാനാണ്. എന്തായാലും ആ വിശ്വാസമില്ലായ്മയിൽ പോലും ദൈവത്തിൻ്റെ കൃപ മുമ്പ് പറഞ്ഞതുപോലെ ഈ അമ്മച്ചിയിലേക്ക് വ്യാപരിച്ചു. ക്യാൻസറിനെ പൂർണ്ണമായി കർത്താവ് എടുത്തു കളഞ്ഞു. ഇന്ന് കൂടുതൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ ഈ അമ്മച്ചിക്ക് ദൈവം ആരോഗ്യം ബലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമാണ് ഞങ്ങളുടെ ദൈവമേ. നിരാശയോടെ, വേദനയോടെ, ഭാരത്തോടുകൂടെ ഈ പ്രോഗ്രാമിനെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിപ്പോൾ തലകളെ വണക്കിയിരിക്കുന്നല്ലോ അപ്പ. നിന്റെ മക്കളുടെ ഭാരമേറിയ വിഷയങ്ങൾ മേൽ സ്വർഗത്തിൻ്റെ വലിയ വിടുതലും കരുണയ്ക്കായി ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളെല്ലാം ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല അന്ധകാരങ്ങളും പൊട്ടിമാറട്ടെ. ആഭിചാരത്തിനും അന്യാരാധനയും പോരുകളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ചില ജീവിതങ്ങളുടെ മേൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ ഇപ്പോൾ അഴിയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അന്ധകാര ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവരുടെ ജീവിതത്തിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും, അവരെ തളർത്തിയിരിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ മാറട്ടെ. പരിശുദ്ധാത്മാവിലൂടെ ഒരു പരിവർത്തനം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. മഹത്വം അവിടെ നിൽക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. This is my desire.